ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം യസ്യ നഃ കൽപ്പതേ സിദ്ധൈ പാദാംബുജരജോ ലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അത് നെറ്റിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ഇടയ്ക്ക് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നത്. നെറ്റിൽ വന്ന പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് വന്ന ഭാഗം 64-ാമത്തെ ശ്ലോകത്തിൽ ദേവഃ ഏകഃ ഇതി പ്രാഹു എന്നുവരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോഴാണ് കട്ടായിപ്പോയത്. പിന്നെ നമുക്കത് തിരിച്ച് കണക്റ്റ് ആവാനായിട്ട് താമസം വന്നു. അപ്പോൾ ഏകത്വം സർവസമ്മതം. അപ്പം അങ്ങനെ ഒന്നാണെന്നുള്ള അവസ്ഥ എല്ലാവർക്കും സമ്മതമായിട്ടുള്ളതാണ്. ഓരോ മതാനുയായികളും അവരവരുടെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഒരു കാര്യം, അത് തൻ്റെ മതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവമാണ് ശരി, അത് മാത്രമാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അവിടെ കാണാനുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോഴും എല്ലാവരും പറയുന്നത് ഒരേ ഒരു ദൈവമാണ് ഉള്ളത്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചാണ് വളരെ അറിവില്ലായ്മ കൊണ്ട് പലത് ആണ് എന്നുള്ള ആ പ്രശ്നം നിലനിൽക്കുന്നു. എന്തായാലും ശരിയായിട്ടുള്ള വിശകലനത്തിൽ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവം ഒന്ന് തന്നെയാണ്. പല രൂപത്തിൽ പല ഇതിലൊക്കെ കാണുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് നമുക്ക് ചെയ്യേണ്ടുന്നത് എന്ന് ഗുരു പറയുകയാണ്. ദേവേ ദ്വിത്വം ബഹുത്വം വ ന കസ്യാപി മതേ മതം ജാത്യേകത്വം മതേകത്വം ദേവേകത്വം തദിഷ്യതേ. അപ്പോൾ ദേവനിൽ ദ്വിത്വം രണ്ടെന്ന അവസ്ഥ, ബഹുത്വം വ അഥവാ അനേകം എന്ന അവസ്ഥ, കസ്യാപി മതേ ഓരോരുത്തരുടെ മതത്തിലും ഇന്ന മതം പ്രതിപാദിക്കുന്നില്ല. യഥാ എപ്രകാരം ജാത്യേകത്വം ജാതി ഒന്നെന്നുള്ളതും മതേകത്വം മതത്തിൻ്റെ ഏകത്വവും പറയപ്പെടുന്നു. തഥാ അപ്രകാരം ദേവേകത്വം ദൈവത്തിൻ്റെ ഏകത്വവും ഇഷ്യതേ പറയപ്പെടുന്നു. അപ്പോൾ ദൈവം രണ്ടാണെന്ന് ഒരു മതവും, രണ്ടാണെന്നോ അനേകമാണെന്നോ ഒരു മതവും അനുശാസിക്കുന്നില്ല. ഒന്ന് മാത്രമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ജാതി മതം ഇതൊക്കെ എപ്രകാരമാണ് നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള വിശകലനത്തിലൂടെ ഒന്നാണെന്ന് കണ്ടത്, അതുപോലെ തന്നെയാണ് ഇവിടെയും ഒന്ന് മാത്രമാണ് എന്ന് ദൈവത്തെക്കുറിച്ചും ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ആരൊക്കെയാണോ വേറെ വേറെ ദൈവങ്ങളെ കാണുന്നത് അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആ കണ്ണാടി മാറ്റി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതുണ്ടാകുകയാണ്. ഇവിടെയും ഗുരു അത് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. ദൈവം എന്നുള്ളത് പല പല ദൈവങ്ങളൊന്നുമില്ല. ഈ കുട്ടി ദൈവങ്ങളൊക്കെ എന്താണ്? നമ്മുടെ യഥാർത്ഥത്തിലുള്ള ദൈവ സങ്കല്പത്തിൻ്റെ വിപരീതമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ദൈവങ്ങളൊക്കെ എല്ലാ മതത്തിലും ഇത്രയും വന്നത്? അതിൻ്റെ കാരണം ഈ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഭയമുള്ളതും
തന്നെയുമല്ല, അവന് മഹർഷിമാർ, വിദ്വാൻമാരായിട്ടുള്ള സജ്ജനങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യം അവൻ പഠിച്ചിട്ടില്ല. അവന് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരം അറിവുള്ളവർ, അതായത് സ്വാർത്ഥന്മാരായിട്ടുള്ള അറിവുള്ള ആളുകൾ കൊടുത്തിട്ടില്ല. അതിന്നും അങ്ങനെയാണല്ലോ. പലപ്പോഴും യഥാർത്ഥത്തിലുള്ള അറിവ് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റ് കാര്യങ്ങളുടെ ഉദാഹരണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്താനല്ല ആളുകളുടെ ആ ഒരു ടെൻഡൻസി നിലനിൽക്കുന്നത്. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനുമാണ് ആ ഒരു നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിലും അവരതുപോലെ തന്നെ അത് അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഇലക്ഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ? എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്ന എന്താണ്? ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും അല്ലേ? ആരാ മോശമായിട്ട് പറയുന്നത്? പിന്നെ ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ കുറ്റം പറയും, മറ്റേ പാർട്ടി ഈ പാർട്ടിനെ കുറ്റം പറയും. ഇങ്ങനെ അവരവരുടെ അവകാശവാദങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ നിജസ്ഥിതി, സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മൊത്തം എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. അതൊരു തന്ത്രമാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തന്ത്രം, അത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കുകയും നമ്മൾ കൺഫ്യൂഷനിലായിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് ചെയ്യണം. ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള തന്ത്രമാണ് ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ പ്രയോഗിക്കുന്നത്. ഇതൊരു 5 കൊല്ലം നമ്മൾ സഹിച്ചാൽ മതി ഇലക്ഷൻ. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ആളെ തിരഞ്ഞെടുക്കാം. അതിനൊന്ന് മാറ്റി ഇതുപോലെ തന്നെ കുഴപ്പങ്ങൾ, പക്ഷേ അത് പിടിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ചാത്തനും ചാമുണ്ടിയും അതുപോലെ കാളിയും അതുപോലെ രൗദ്രഭാവത്തിലുള്ളവരും താമസിക ഭാവത്തിലുള്ളതും സാത്വികമായിട്ടുള്ള എത്രയോ സംഭവങ്ങളാണ് കിടക്കുന്നത്. അതിന് ഓരോ മതക്കാരും അതിന് പറ്റുന്ന രീതിയിലുള്ള അടവുകൾ പ്രയോഗിച്ച് വീണ്ടും കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഗുരു പറയുന്ന അങ്ങനെയല്ല. ഇവിടെ സത്ത്, ചൈതന്യം, ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന അദൃശ്യമായിട്ടുള്ള ആ സ്വരൂപം, അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ ഈ കുട്ടി ദൈവങ്ങളോ ഈ പേടിപ്പിക്കുന്ന ഇതിനൊന്നും അല്ല. പക്ഷെ ആ ഋഷിവാണികളാണ് നമുക്ക് ആധികാരികമായിട്ടുള്ള രേഖകൾ. അത് ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ളതാണ് അന്നത്തെ കാലത്ത്. ഇന്നും അത് തന്നെയാണ്. അതിൻ്റെ അതേ ആശയങ്ങൾ തന്നെയാണ് നൂതനമായ രീതിയിൽ, ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള സത്യത്തെ ഗുരു സാക്ഷാത്കരിക്കുകയും ആ സാക്ഷാത്കരിച്ച കാര്യത്തെ ഗുരുവിൻ്റെ ഭാഷയിലൂടെയും അനുഭവത്തിലൂടെയും അനുഭൂതിയിലൂടെയും ഒക്കെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ദൈവം ആരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ജ്യോതിഷന്മാർ പറയുന്ന അല്ലെങ്കിൽ മതനേതാക്കന്മാർ പറയുന്ന ആധ്യാത്മികമായിട്ട് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരെ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നൽകുന്ന, നമുക്ക് പ്ലസിനെയും മൈനസിനെയും ചോദ്യം ചെയ്യാനും തിരിച്ചറിയാനും സ്വാതന്ത്ര്യം നൽകുന്ന ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള തത്വങ്ങളാണ്. അതിനെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ പിന്തുടരാതെ വന്നതുകൊണ്ടാണ് ഇന്നും ഈ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ട് നമ്മൾ വലയുന്നത്. അപ്പോൾ യഥാർത്ഥ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ പരിമിതികളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗുരു പറയുന്നത്. രണ്ടെന്നോ അനേകമെന്നോ ഒരു മതത്തിലും ഈ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കാണുന്നില്ല. അതുകൊണ്ട് ആ ഏകമായിട്ടുള്ള ദൈവത്തെ, സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിരിക്കണം. ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലെ ജാതിയും മതവും ഒന്നും ഇന്ന് കാണുന്ന പോലെ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ദൈവവും എന്ന്
സിദ്ധമാകുന്നു എന്ന് ഗുരു പറഞ്ഞു. പിന്നെയോ ശിഷ്യാഹ ഊജു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ്? ജാതേർ മതസ്യ ദേവസ്യ അപ്യേകത്വം സമ്യഗീരിതം സാമാന്യധർമ്മം മർത്യാനാം ബ്രൂഹി ധർമ്മവിദാംബര. അപ്പം ജാതേഹേ മതസ്യ, ജാതിയുടെയും മതത്തിൻ്റെയും, ദേവസ്യാപി ദേവൻ്റെയും ഏകത്വം ഒന്നെന്നുള്ള അവസ്ഥ സമ്യക് ഈരിതം നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ധർമ്മവിദാംബര, ധർമ്മജ്ഞനിൽ ശ്രേഷ്ഠനായ ഗുരുവേ, എന്താണ്? മർത്യാനാം മനുഷ്യരുടെ സാമാന്യധർമ്മത്തെ ബ്രൂഹി അരുളി ചെയ്താലും. അപ്പോൾ ഭഗവാനെ, എന്താണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും യഥാർത്ഥ വശങ്ങളെക്കുറിച്ച് ഞങ്ങളെ വേണ്ട വിധം അങ്ങ് ഗ്രഹിപ്പിച്ചു. ഇനി മനുഷ്യരുടെ സാമാന്യധർമ്മത്തെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അതിനുള്ള കനിവുണ്ടാകണം എന്ന് ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ സർഗം, ദ്വിതീയ സർഗം സമാപ്തം. ആ രണ്ടാമത്തെ അധ്യായം നമുക്ക് പറയാം, അത് അവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഗുരു വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മളോട് സംവദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളാണ് ഇനി അതിനെന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ ആ രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് നമുക്ക് സംശയം മാറ്റേണ്ടത്. അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും സംശയങ്ങൾ മാറി നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി തൃതീയ സർഗം ഈ സാമാന്യധർമ്മ നിരൂപണമാണ്. ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച ആ സാമാന്യധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുരുവാച അഹിംസ സത്യമസ്തേയ സ്തദൈവ അവ്യഭിചാരിത മദ്യസ്യ വർജനം ചൈവം പഞ്ചധർമ്മ സമാസത. എന്താണ്? അഹിംസ, ഹിംസിക്കാതിരിക്കുക. സത്യം മാത്രം പറയുക. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക. തഥൈവ, അപ്രകാരം തന്നെ അവ്യഭിചാരിത, വ്യഭിചരിക്കാതിരിക്കുക. മദ്യസ്യ വർജനം, അതുപോലെ മദ്യത്തിൻ്റെ വർജനം. ഏവം, ഇപ്രകാരം പഞ്ചധർമാഹ സമാസത, 5 ധർമ്മം സംക്ഷേപത്തിൽ അറിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സാമാന്യധർമ്മം എന്ന് പറയുമ്പോൾ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഗുരു പറയുന്നത്. അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഇത്രയും കാര്യങ്ങൾ ചുരുക്കത്തിൽ അറിഞ്ഞിരിക്കണം എന്ന് ഗുരു പറയുന്നു. അപ്പോൾ അതിൻ്റെ ഓരോന്നിനെ കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് ഗുരു അടുത്തതിലൂടെ തരുന്നത്. എന്താണ്? അഹിംസ പരമോധർമ്മ സർവധർമ്മേഷു സുവ്രതാഃ ബുദ്ധാദയോ മഹാത്മാനോ യയാബു പരമം പദം. എന്താണ്? സർവധർമ്മേഷു, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് പരമധർമ്മ, ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം അഹിംസ. എന്താണ്? അഹിംസയാകുന്നു. അപ്പോൾ മനസാ വാച കർമ്മണ പ്രാണികളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള അഹിംസ. ഏതൊരു അഹിംസയാൽ സുവ്രത, നല്ല വ്രതശാലികളായിട്ടുള്ള ബുദ്ധാദയ, ശ്രീബുദ്ധൻ തുടങ്ങിയ മഹാത്മാക്കൾ പരമം പദം, ശ്രേഷ്ഠമായിട്ടുള്ള പദത്തെ, പരമമായിട്ടുള്ള പദം മോക്ഷം പ്രാപിച്ചു. അപ്പോൾ സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മമാണ് അഹിംസ. ഈ അഹിംസ കൊണ്ട്
ബുദ്ധനെ പോലെയുള്ള മഹാത്മാക്കൾ പരമമായിട്ടുള്ള പദത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഒരു വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള അർത്ഥത്തിലേക്കാണ് ഗുരു പോകുന്നത്. കസ്യാപി പ്രാണിനോ വത്സാഹ ശരീര പ്രാണചേതസാം അപീഡനമഹിംസാസ്യാൻ മനോവാക്കായ കർമ്മഭി. വത്സാഹ, അല്ലയോ ശിഷ്യന്മാരെ, മനോവാക്കായ കർമ്മഭി, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ, കസ്യ പ്രാണിനഹാഭി, ഒരു പ്രാണിയുടെയും ശരീര പ്രാണചേതസാം, ശരീരത്തെയോ പ്രാണനെയോ മനസ്സിനെയോ അപീഡനം, ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അഹിംസാസ്യാൻ. അപ്പോൾ അഹിംസ എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എത്രയോ ഹിംസകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരാളെ, ഒരു പ്രാണിയെ പോലും ഉപദ്രവിക്കാതിരിക്കുക. അനുകമ്പാദശകത്തിൽ ഗുരു പറയുന്നുണ്ട്, ജീവകാരുണ്യ പഞ്ചം അല്ലേ, എത്രയോ സ്ഥലങ്ങളിൽ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ അഹിംസ, നമ്മൾ മനസ്സുകൊണ്ട് പോലും മറ്റൊരാളുടെ അവരെ ദ്വേഷിക്കുകയോ അവരെ ചീത്ത പറയുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എത്രയോ ആളുകളെയാണ് പ്രാകുന്നത്, എത്രയോ ആളുകൾ നമ്മൾ ചീത്ത വിളിക്കുന്നു, അതുപോലെ എത്രയോ ജീവികളെ നമ്മൾ കൊല്ലുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്? വാക്കുകൾ കൊണ്ട് നമുക്കൊരു പക്ഷെ ഒരാളെ കൈകൊണ്ടൊരടി കൊടുത്താൽ ആ വേദന മാറുമ്പോൾ അയാളുടെ വേദന മാറും. നേരെ മറിച്ച് വാക്കുകൊണ്ടാണ് അടിക്കുന്നതെങ്കിലോ അയാളുടെ മരണം വരെ, ഒരുപക്ഷെ മരണശേഷവും എന്തു ചെയ്യും? ആ വേദന പിന്തുടരും. കാരണം അത് അത്രയ്ക്ക് ആ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്, അതൊരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ നമ്മുടെ കർമ്മ നിയമങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് അടുത്ത ജന്മത്തിലേക്ക് പകർന്നു വരുന്ന ചില വിഷയങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ജന്മത്ത് കാണാത്ത ഒരാളെ പുതുതായിട്ട് കാണുമ്പോൾ ആ ആളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പോ ഇഷ്ടക്കുറവോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ ഇതുവരെയും അയാളെ മുൻപ് കണ്ടിട്ടില്ല, അയാളെക്കുറിച്ചൊന്നും അറിയില്ല, ആരും നമ്മളോട് അയാളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുമില്ല. പക്ഷേ അയാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാകുന്നില്ല, എന്തോ ഒരു വെറുപ്പ് തോന്നുന്നുണ്ട്. കാരണം നമുക്കറിയത്തില്ല. ഇനി ചില ആളുകളെയാണെങ്കിലോ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അയാളെക്കുറിച്ച് ഇതുപോലെ തന്നെയാണ്, നമുക്ക് മുൻപ് അയാളെ കണ്ടിട്ടില്ല, നമ്മളായിട്ട് സംസാരിച്ചിട്ടില്ല, മറ്റാരും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു അടുപ്പം. അതെങ്ങനെ സംഭവിക്കുന്നുണ്ട്? ഇത് നമ്മളിവിടെ ഈ പറഞ്ഞതുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. കാരണം ഈ ജന്മത്തിൽ നമ്മൾ ഒരാളെ അത്രമാത്രം വേദനിപ്പിക്കുന്ന രീതിയിൽ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിങ്ങനെ കിടക്കും. നമ്മുടെ കർമ്മ നിയമം അനുസരിച്ച് നമ്മുടെ സ്ഥൂല ശരീരം മാത്രമാണ് നമ്മളിവിടെ വിട്ടുപോകുന്നത്, മരണമെന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരവും കാരണശരീരവും എന്തു ചെയ്യുന്നുണ്ട്? അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കൊണ്ടുപോവുകയാണ്. ഈ ജീവൻ
ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കാരണശരീരം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഈ കാണുന്ന ഞാനെന്ന് പറയുന്ന ഈ ജീവൻ, ഇതെല്ലാം എന്തൊക്കെയാണോ ഇവിടെ നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണോ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ സന്തോഷിപ്പിച്ചിട്ടുള്ളത്, ഇതിനെല്ലാം കൂടി ഒരു മൈക്രോ ചിപ്പാക്കി ആണ് പോകുന്നത്. അതിന് പറ്റുന്ന ഒരു ശരീരമാണ് നമ്മൾ പിന്നീട് എടുക്കുന്നത്. അങ്ങനെ എടുത്തു വരുമ്പോൾ ഇതിൻ്റെ ഓർമ്മകൾ, ഇവിടെ നമ്മൾ ചെയ്തതിൻ്റെ ഓർമ്മകളൊന്നും നമുക്കുണ്ടാവില്ല കൃത്യമായിട്ട്. പക്ഷെ നന്നായിട്ട് ജപമോ ധ്യാനമോ ആ രീതിയിൽ ഒരു പൊടി സിദ്ധി നമുക്കുണ്ടെങ്കിലോ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ സാധനം ചെയ്താൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. നമ്മുടെ മാത്രമല്ല, നമുക്ക് പലരുടെയും ഓർമ്മിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരാൾക്കും ഈ സംഗതികൾ കൊണ്ട് എന്ത് പറ്റുന്നു, നമുക്കൊരു എവിടെയോ നമ്മൾ കണ്ട് മറന്നുപോയതും അനുഭവിച്ചതുമായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ജന്മങ്ങൾ ഇല്ല, പുനർജന്മം ഇല്ല എന്ന് പറയുന്നത് അവരിതിനെക്കുറിച്ച് ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. മഹർഷിമാർ പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയും. അപ്പം ഇവിടെ ഈ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ, ഹിംസ നമ്മൾ വേദനിപ്പിച്ചാലോ തീർച്ചയായിട്ടും അത് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് പകരുന്നുണ്ട്. ഈ ജന്മത്തിൽ ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജന്മത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ തോന്നുന്നതിൻ്റെ കാരണം ഇതാണ് ഒരു കാരണം. അപ്പോൾ ചിലർ നമുക്ക് വിശ്വാസമില്ല. അവരും നമ്മളെ കഴിഞ്ഞ ജന്മത്തിൽ അത്രയ്ക്കും വിശ്വാസവഞ്ചന കാട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കുറേ കഴിയും. പക്ഷെ ഒരു ഇൻഡിക്കേഷൻ, നമുക്കൊരു സൂചന ഈ രീതിയിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം എന്തു ചെയ്യാനായിട്ട്. നമ്മുടെ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് ഒക്കെ നമ്മൾ ഉപദ്രവിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പിന്നെ മറ്റൊന്നിനെ കൊന്നു തിന്നുക അല്ലേ, അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹിംസയാണ്. ഗുരു അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രയോ മനുഷ്യരാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പ്രീതിക്ക് വേണ്ടിയിട്ട് കോഴീനെയും ആടിനെയും പോത്തിനെയും, ഇപ്പോൾ നമ്മൾ കാമാഖ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ചാത്തിന് വേണ്ടിയിട്ടും മറ്റു പലതിനും വേണ്ടിയിട്ടൊക്കെ ഈ ആടിനെയും കോഴിനെയൊക്കെ വെട്ടുന്ന കഥയുണ്ട്. മറ്റേ ആസാമിൽ കാമാഖ്യ എന്ന് പറയുന്ന ശക്തിപീഠമാണ്. അവിടെ എത്രയോ ബലിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നരബലി നടക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കും പത്രത്തിൽ വായിച്ചതാണ്. ഒരു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ ആ കൊന്നവനും കൊല്ലാൻ പ്രേരിപ്പിച്ചവനും മനുഷ്യൻ്റെ ആകുമ്പോൾ കുറേയും കൂടിയും കഠിനമാണ് അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ കൊല്ലാൻ പ്രേരിപ്പിച്ചവനും കൊന്നവനും ഒക്കെ അടുത്ത ജന്മത്തിൽ, ഈ ജന്മത്തിൽ കുറേ ശിക്ഷയൊക്കെ ചിലപ്പോൾ പോലീസോ ഒക്കെ കൊടുത്തേക്കാം. പക്ഷേ അല്ലാതെ അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത ജന്മത്തിലേക്കാണ്. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ വളരെ മോശമായിട്ട് പല രീതിയിലുള്ള ജന്മങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വ്യാധികൾ, അതുപോലെ തന്നെ കൈകാലുകളില്ലാതെയും ഭിന്നശേഷിക്കാർ, ഇങ്ങനെയൊക്കെ ഒരുപാട് ജീവൻ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ജന്മത്തിൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കർമ്മ നിയമം അനുസരിച്ച് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ദോഷം ശക്തമായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരിക്കലും
ഒരാളെയും വേദനിപ്പിക്കാൻ തോന്നില്ല. നമ്മൾ പരമാവധി അവരെ സഹായിക്കണം, കാരുണ്യം നമ്മൾ കാട്ടണം. നമുക്കതൊരു പുണ്യമാണ്. തന്നെയല്ല, അവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്കും അതൊരു വലിയൊരു ആശ്വാസമാണ്. അല്ലാതെ കർമ്മ നിയമം പറഞ്ഞ് നമ്മൾ ക്രൂരന്മാരായി അവനത് അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നത് ശരിയല്ല. നമ്മൾ തീർച്ചയായിട്ടും ഈ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള സഹാനുഭൂതി ഒരേ ചൈതന്യം തന്നെയാണ്. പക്ഷേ അവരുടെ അഹങ്കാരം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ ഇത് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഇവർ കേൾക്കാത്തത്? മുൻപ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അധികാരം ഇതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് അക്രമവും കാണിക്കും. ഇനി മറ്റുള്ളവർ പണം തരുമ്പോൾ ഗുണ്ടായിസം, അതുപോലെ രാഷ്ട്രീയ പകപോക്കൽ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ, ആ ക്രൂരത കാട്ടുമ്പോൾ, ഇപ്പം മൃഗങ്ങളെ കൊല്ലുന്നതായാലും മനുഷ്യനെ കൊല്ലുന്നതായാലും എന്തായാലും അതിൻ്റെ ഒരു പിടച്ചിലുണ്ട്, അതിൻ്റെ ഒരു ശാപമുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഈ ഇറച്ചിയും മീനും ഒക്കെ തിന്നുമ്പോൾ അതൊക്കെ നമ്മൾ ഓർമ്മ വരണം. ഗുരു പറയുന്നത് ശവക്കറി അല്ലേ? അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ദോഷങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇതെല്ലാം പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ അഹിംസ സാമാന്യധർമ്മത്തിൽ എന്തുകൊണ്ടാണ് ഗുരു ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മറ്റുള്ളവനെ ഉപദ്രവിക്കാതെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒക്കെ നമുക്ക് കൂടുതൽ ശാപങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രാക്ഷസ ജന്മങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. രാക്ഷസന്മാർക്ക് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ചും അതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഇത് പറയുന്നത്. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ കുട്ടികളുടെ ക്യാമ്പ് വെക്കുമ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും വെജിറ്റേറിയനാണ്. കുട്ടികളോടൊക്കെ ഈ വെജിറ്റേറിയൻ്റെയും നോൺ വെജിറ്റേറിയൻ്റെയും ഒക്കെ കാര്യങ്ങൾ തരംതിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും, ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട. കുട്ടികൾ അതോടൊപ്പം തന്നെ ആ നോൺ കഴിക്കുന്ന സ്വഭാവം, ആ ടെൻഡൻസി അവർ മാറുകയാണ്. കാരണം അവരിലേക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുകയാണ്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോഴോ, വീട്ടിൽ അച്ഛനും അമ്മയും ഇത് കഴിക്കുന്നുണ്ടാവാം. അവർക്ക് മക്കൾ കഴിക്കാതെ കഴിക്കാനൊരു വിഷമം. അതുകൊണ്ട് ഈ പിള്ളേരെ വീണ്ടും കഴിപ്പിക്കും. പലരും ഇങ്ങോട്ട് വിളിച്ച് പിന്നെ പറയാറുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? ഒരാൾക്ക് മകനായാലും ശരി, മകളായാലും ശരി, അല്ലെങ്കിൽ ഭാര്യ ആയാലും ഭർത്താവായാലും ഒരാൾക്ക് ഇഷ്ടമില്ല എങ്കിൽ കഴിക്കണ്ട. അവരെ നിർബന്ധിച്ചതിനെ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അതിൽ നമ്മൾ വെളിയിൽ വരണം. ഇത് വെറുതെ നമ്മൾ കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. വെറുതെ പോകുന്ന ഒരു പട്ടിയെ കല്ലെടുത്തെറിയും, ഒരാവശ്യമില്ലാത്ത കാര്യം. അതൊരു ഉപദ്രവമാണ്, അത് ഹിംസയാണ്. അപ്പം ഇങ്ങനെയൊന്നുമല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് ഗുരു നമ്മളെ ബോധിപ്പിക്കുകയാണ്. മതത്തിൻ്റെ പേരിലായാലും ഉപാസനയുടെ പേരിലായാലും നമ്മുടെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലായാലും മറ്റു പ്രാണികളെയും മനുഷ്യനെയും ഒന്നും കൊല്ലാതിരിക്കുക, അതിനെ കൊന്ന് ഭുജിക്കാതിരിക്കുക. അതൊക്കെ ഏറ്റവും പരമപ്രധാനമായിട്ട് ഗൃഹസ്ഥ ആശ്രമത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. അതുകൂടി ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ സാമാന്യധർമ്മമൊക്കെ ഓരോ ഗൃഹസ്ഥനും അനുഷ്ഠിച്ച് പരിപാലിച്ചു പോകുമ്പോഴാണ് അവൻ്റെ സന്തതി പരമ്പരയിലേക്ക് ആ ഒരു സംസ്കാരം ഉണ്ടാകുന്നത്. അങ്ങനെ നല്ല സംസ്കാരത്തിന് ഉടമകളായി ഇവിടെ ഓരോ ജനതയും വളർന്നു വരണം. അത് മറ്റുള്ളവരിലേക്ക് കൈമാറിപ്പോകണം. അത് സാത്വികമായിട്ടുള്ള തലത്തിലേക്ക് വരുമ്പോൾ
ധാരാളം തടസ്സങ്ങളുണ്ടാവും. അപ്പം അതിനെയൊക്കെ നമുക്ക് അതിവർത്തിക്കുവാനും ഒക്കെ സാധിക്കണം. തീർച്ചയായിട്ടും നമുക്കതിന് ഇടവരട്ടെ. ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ ഇടവരുന്നുണ്ട്. അത് ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ എല്ലാവരും ഉണ്ടാകണം. അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.